ഇവനെന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു? അനിയ ഇങ്ങനെ കാര്യല്ല അനിയ. നമ്മൾ എത്ര കരഞ്ഞാലും മരിച്ചു പോയവര് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഈ സങ്കടം കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ലോകത്തിന്റെ എല്ലാ മൂലയിലും നിനക്ക് വന്ന ഈ ദുഃഖം വേറെ ആർക്കും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആരാന്നറിയാവോ? വാട്ട് ആർ യു ടോക്കിങ്? കൊച്ചു കുട്ടി മുതൽ മുതിർന്ന ആൾക്കാർ വരെ എല്ലാ ആൾക്കാർക്കും നിന്നെ അറിയാം. ദ ഗ്രേറ്റ് ഡയറക്ടർ രാം വർമ്മ ഗോപാൽ സാറല്ലേ മോനെ? കൊച്ചു കുട്ടികൾ ഒന്നിനു പോകില്ല എന്ന് വിചാരിച്ചോ? നിന്റെ ഫോട്ടോ കാണിച്ച മതി, അപ്പം പോകും. അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഫോട്ടോ ഞാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത്. നിനക്കറിയാമോ അനിയ, ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ ടി വിയിൽ കാണുന്നുണ്ട്. അതല്ല പോട്ടെ, ആരാ നീ? എന്നോട് നീ ഞാൻ ആരാണെന്നോ? ഈ ലോകം മുഴുവനും കാത്തു സൂക്ഷിക്കുന്നത് ഏത് രാജാവായിരുന്നാലും അവന്റെ കുടുമി എന്റെ കയ്യില. എന്റെ പേര് അപ്പു. നൈസ് മീറ്റിംഗ്. സത്യത്തിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അറിയാവോ? ഞാൻ ഈ പ്രേതത്തിന്റെ പടങ്ങളെല്ലാം എടുത്ത് ബോറടിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അറിയാവോ? ഈ പ്രാവശ്യം ഡയറക്റ്റ് ആയിട്ട് ശ്മശാനത്തിലുള്ള പ്രേതങ്ങളെ വെച്ച് സിനിമ എടുത്ത് പുതിയ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അറിയാവോ അതെനിക്ക്? വായി വരുന്നത് കോതയ്ക്ക് പാട്ടാണ്. എന്തോടി പറയുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലെന്ന്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാ. ശ്മശാനത്തിൽ ബോഡി എരിയുമ്പോ പെട്ടെന്ന് ബോഡി ചാടി എഴുന്നേക്കും, തലമുടി പെട്ടെന്ന് കത്തും, ഉടനെ കാലും എരിയും, പല്ല് പുറത്തേക്ക് വന്നിട്ട് ഓരോ എല്ലുകളും പടപടാന്നോടിച്ച് ഒച്ച കേൾക്കും. ഇതെല്ലാം നേരിൽ കണ്ട് സ്റ്റഡി ചെയ്ത് ക്യാമറയിൽ ഒപ്പിയെടുത്ത് സിനിമ ചെയ്യാൻ പോവുകയാണ് ഞാൻ. പേടിച്ച് മൂത്രം ഒഴിച്ചു പോകും. അല്ല അതുപോട്ടെ, ഇന്ന് സ്പെഷ്യൽ ആയിട്ട് വല്ല ശവം വന്നോ? കളക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഇത്രയും നേരം നീ നല്ലൊരു അനിയനാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് വെറും തറയായി പോയി. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താ നീ പറയുന്നത്? അതെ, ഈ ഭൂമിയിലെ മറ്റുള്ളവരെക്കാളും ഭാഗ്യം ഞങ്ങൾക്കാ. അതെങ്ങനെയാ? അതായത് കൂൾ ഡ്രിങ്ക്സിന് ഒരു സീസൺ ഉണ്ട്, കല്യാണത്തിനും ഒരു സീസൺ ഉണ്ട്. ചാവുന്നതിന് റീസണോ സീസണോ വല്ലതും വേണോ മോനെ? അപ്പോട്ടൻ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഞാൻ കേട്ടില്ല. എന്തോ ഓടിപ്പോകുന്ന പോലെ കണ്ടായിരുന്നു അപ്പോട്ട? കണ്ണ് കാണാത്തത് കൊണ്ടും കാത് കേൾക്കാത്തത് കൊണ്ടും എല്ലാം ഒരു വ്യക്തത ഇല്ലാത്ത അവസ്ഥയാ. അപ്പൊ ഫീൽ ആകുമോന്നേ? എക്സാക്ട്ലി. പിന്നീന്നാരോ വരുന്ന പോലെ തോന്നുന്നു. ആരാന്ന് നീ ഒന്ന് നോക്കിക്കേ. ഞാനൊന്നും കാണത്തില്ല. ഞാൻ ഇങ്ങനെയുള്ള സീനൊക്കെ ക്രിയേറ്റ് ചെയ്യും, അത്രേ ഉള്ളന്നേ. ഞാൻ കാണത്തില്ല, എനിക്ക് പേടിയാന്നുണ്ട്. ഞാൻ ഇവിടെ പ്രേത സിനിമയുടെ ഡയറക്ടറാന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പേടിച്ചാലേ. ഞാൻ ഈ സിനിമയിൽ കൊണ്ടുവരുന്ന പ്രേതമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോട്ടാ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പ്രേതത്തിന് പേടിയില്ലാത്തോണ്ട്. പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷം അത്ര ശരിയല്ലല്ലോ അപ്പോട്ടാ. അനിയ, നീ ആയിരുന്നോ? വേറെ ആരാന്ന് വിചാരിച്ചേ? പ്രേതോന്ന് വിചാരിച്ചോ? ഇതാരാ ഡയറക്ടർ പോലുണ്ടല്ലോ. അതെ അതെ, നീ ഡയറക്ടർ എടുത്ത് കഥ പറയാൻ മാത്രമായോ? അനിയ, രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ചുറ്റിക്കറങ്ങരുത്. റാണിയുടെ ആത്മാവിനെ ചുറ്റുന്നുണ്ട്. എന്താ പറഞ്ഞ? എന്തെങ്കിലും സംഭവിച്ച നിനക്കാ പ്രശ്നം. പ്രശ്നം എന്താന്ന് നോക്കാനാ ഞാൻ വന്നത്. നീ പോയെ, നിന്റെ പണി നോക്കി പോയെ. റാണിയുടെ ആത്മാവ് അത്ര ചുമ്മാ. മോനെ സൂര്യ, അവിടെ നിന്നേ. ഡാ മോനെ, എന്താ നീ ലൈബ്രറിന്ന് വരുന്ന വഴിക്കേ ആ ഐശ്വര്യനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് വാടാ. അവൾക്ക് സുഖമില്ലെന്ന് കേട്ടു. അങ്ങനെയാണോ? എന്തു പറ്റി? അവളെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ. നിന്റെ അമ്മാവനും അമ്മായും മരിച്ചു പോയതിനു ശേഷം അവളെ വളർത്തുന്ന ചുമതല നിന്റെ ചെറിയ അമ്മാവനല്ലേ. ഈ വർഷം അവസാനം അവക്ക് 18ാമത്തെ വയസ്സ് തികയാ. അവളുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടി അവളെ പ്രേതം പിടികൂടിയെന്നും പറഞ്ഞ് ശരിക്കും അവൾക്ക് വട്ടുപിടിച്ചു നാക്കി തീർക്കാടാ അവര്. അവൾക്ക് നമ്മളോടാണ് സ്നേഹം കൂടുതൽ. അതുമല്ല, ഐശ്വര്യക്ക് നമ്മളല്ലാതെ മറ്റാരാടാ ഉള്ളത്? അവളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തീർക്കുകയാണെങ്കിൽ അവളെ നമ്മുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാടാ. ഈ വീട്ടിലേക്ക് മരുമകളായി വരാൻ പോകുന്നത് അവളല്ല, സ്വപ്നയാ. അവളെ പറ്റി അമ്മയോട് പറഞ്ഞാലോ? വേണ്ട, അവളോട്ട് കുറച്ചുകൂടി അടുത്തിട്ട് പറഞ്ഞാൽ മതി. എന്തുവാടാ നീ ആലോചിക്കുന്നേ? ഒന്ന് വേഗം ചെല്ലാൻ നോക്ക്. പോവാമേ. എന്നാ പോടാ.